ലക്നൌവിലാണ്. ഉത്തർപ്രദേശിൻ്റെ ഭരണസിരാകേന്ദ്രമെല്ലാം ഇവിടെയാണ്. ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയും ഈ ലക്നൌവാണ്. രാവിലെ മഞ്ഞു മൂടിയൊരു കാലാവസ്ഥയായിരുന്നു. കാലാവസ്ഥ മാത്രമേ ഉള്ളൂ, കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടറിയപ്പെടുന്ന വിക്രം മോഡലുള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഷെയർ ട്രിപ്പ് നടത്തുന്ന വാഹനങ്ങളാണ്. ഇന്നലെ വൈകിട്ട് എൻ്റെ ക്യാമറയും മൊബൈലും ഒക്കെ പണി തന്നതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ക്യാമറയുടെ ഒരു കടയും തേടിയാണ് ഗൂഗിൾ മാപ്പും ഇട്ട് ഈ നടപ്പ്. ഏകദേശം 1.5 കിലോമീറ്റർ ഇവിടെ നിന്ന് നടക്കണം. നടന്നു പോകാൻ തീരുമാനിച്ചതിൻ്റെ കാരണം മറ്റൊന്നാണ്. ഇതുപോലുള്ള കാഴ്ചകൾ. പോകുന്ന വഴികളിൽ സാധാരണപ്പെട്ട ആൾക്കാരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരോടൊക്കെ ചെറിയ കുശലമൊക്കെ പറഞ്ഞ് പോവുകയാണ്. അവർക്കെൻ്റെ ക്യാമറയെക്കുറിച്ച് അറിയണം. ഞാൻ ക്യാമറയൊക്കെ കുലുക്കി കാണിച്ചു. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ഷെയ്ക്ക് വരില്ല, അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത എന്നൊക്കെ ഇവരെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തി. അതിനുശേഷം വീണ്ടും നടന്നു. ഗൂഗിൾ ചേച്ചി ചെറിയ വഴികളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഗല്ലികൾക്കിടയിലൂടെയുള്ള വഴികളാണ്. രാവിലെ തന്നെ ഇവരുടെ ജീവിതമൊക്കെ ഒന്ന് കാണാമല്ലോ. നമ്മുടെ അവിടുത്തെ പോലെയാണോ എന്ന് നോക്കാം. എന്താണെങ്കിലും ചില ശീലങ്ങളൊക്കെ കണ്ടു തുടങ്ങി. പല്ല് തേക്കുന്നൊക്കെയുണ്ട്. ചിലർ ഇതിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ആ തെരുവിലെത്തി. ക്യാമറകൾക്ക് മാത്രമുള്ള കടകൾ മാത്രമുള്ളൊരു തെരുവാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ലക്നൌവിലൊരു പ്രത്യേകതയുണ്ട്. ചില തെരുവുകൾക്ക് ചില ദിവസങ്ങളിൽ അവധിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഞായറാഴ്ച എല്ലാവരും അവധിയെടുത്ത് വീട്ടിലിരിക്കുന്ന സ്ഥിരം പരിപാടിയില്ല. ഇതൊരു നല്ല കാര്യമാണ്. കാരണം ഇവിടെ നിന്ന് വാങ്ങുവാൻ സാധിക്കാത്ത കസ്റ്റമർക്ക് മറ്റുള്ള തെരുവിലേക്ക് പോകാമല്ലോ. എന്തായാലും ഞാൻ ഈ മറ്റ് തെരുവുകളിലേക്കില്ല. ഇവിടെ വലിയൊരു കാഴ്ച എന്നെയും തേടിയിരിപ്പുണ്ട്. അത് നോക്കിയാണ് ഞാൻ പോകുന്നത്. ബെഡാ ഇമാംബര എന്നാണ് അതിൻ്റെ പേര്. കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്കറികളും മറ്റ് സാധനങ്ങളുമായി ആളുകളെല്ലാം കടയുടെ മുൻഭാഗത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ജംഗ്ഷൻ മാപ്പിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് എന്തായാലും ഓട്ടോറിക്ഷ കിട്ടും. ആ ജംഗ്ഷനിൽ ഏകദേശം എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ് ഉത്തർപ്രദേശിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ കടകളൊന്നും രാവിലെ തുറക്കാത്തത്. അത്രയ്ക്ക് തണുപ്പുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടല്ലോ, ബനിയനിട്ട് നടക്കുന്ന പട്ടിയെ വരെ നമുക്കിവിടെ കാണാം. ചില കടകളൊക്കെ ചെറുതായി തുറന്നു വരുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു ഷെയർ ഓട്ടോറിക്ഷ കിട്ടി. 20 രൂപയാണ്. ഇവിടെ നിന്നും ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇവർ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അവിടെ നിന്നും ഒരു ബസ് കിട്ടും. അത് കയറി ബെഡാ ഇമാംബരയിൽ എത്തിച്ചേരാം. അങ്ങനെ എന്നെ അവരവിടെ ഇറക്കി വിട്ടു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. തലസ്ഥാന നഗരിയൊക്കെ തന്നെ. എന്നാലും ചിലയിടങ്ങളിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തമിഴ്നാട്ടിലെ കമ്പമാണ്. കമ്പത്തിലെ പഴയ ബസ് സ്റ്റാൻഡ്, ഇപ്പോഴത്തെ അല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് പുരോഗമനമൊക്കെ അവിടെയും വന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. നഗരത്തിൻ്റെ ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇവിടുന്ന് അധികവും. ഇവിടെയെല്ലാം നോക്കിയപ്പം ഇവിടെ ഒന്നും ബസ് കാണുന്നില്ല. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തു നിന്നും ഒരു ബസ് ലഭിച്ചങ്ങനെ. പ്രൈവറ്റ് ബസ്സാണ്. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് വന്ന് അവിടെ നിന്നും ആളെയും എടുത്ത് പോകുന്ന ബസ്സാണ്. ഇതേതായാലും ബെഡാ ഇമാംബര വഴിയാണ് പോകുന്നതെന്ന് ഒരുവിധം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ബസ്സിൻ്റെ മുൻ സീറ്റിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു. ഡ്രൈവറുമായിട്ട് ചെറിയ ചെറിയ കുശലാന്വേഷണമൊക്കെ നടത്തി ഞാൻ. അറിയാവുന്ന ഭാഷയിലാണ് കേട്ടോ. അങ്ങനെ ബസ് ആ ചെറിയ വഴികളിൽ നിന്ന് വലിയ വഴി, അതായത് ഹൈവേയിലേക്ക് പ്രവേശിച്ചു. അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട് ഇവിടെയൊക്കെ. ഇടയ്ക്ക് നിന്ന് ആളുകളെ കയറ്റിയും ഇറക്കിയൊക്കെയാണ് ഈ ബസ്സിൻ്റെ യാത്ര. വലിയ വലിയ നിർമ്മിതികളും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. പക്ഷേ ഇതെന്താണെന്നൊന്നും നോക്കുവാനും തിരഞ്ഞെടുക്കുവാനുള്ള സമയം ഇപ്പോഴില്ല. വലിയ ഹൈവേ ആണെങ്കിലും മുച്ചക്ര വാഹനങ്ങൾ, അതായത് ഇലക്ട്രിക് വീൽ പിടിപ്പിച്ച മുച്ചക്ര വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കൊച്ചിയിൽ പ്രത്യേകിച്ച് വേസ്റ്റ് എടുക്കുന്നവർ ഇതിലൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഈ ബസ്സിലുള്ള യാത്ര ഇങ്ങനെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകളുമുണ്ട്. 30 രൂപയാണ് എനിക്ക് ടിക്കറ്റായി ഇവർ ഈടാക്കിയത്. നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് പ്രത്യേക തരം ടിക്കറ്റ് തന്നിട്ട് അതിലെഴുതി തരും
എന്നാൽ ഇവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഈ നടത്തം. അങ്ങനെ അങ്ങ് നമ്മുടെ മലയാളികളെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം പറ്റിക്കലിൻ്റെ ഉസ്താദുകളാണല്ലോ നമ്മൾ. അങ്ങ് അകലെ ബെഡായി മാമ്പര കാണുന്നുണ്ട്. അങ്ങോട്ട് നടന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്. ആ കുഞ്ഞു കുട്ടികൾക്ക് അച്ഛൻ ചായ വാങ്ങി, പ്ലാസ്റ്റിക് കവറിലാണ് ചായ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്, അതിങ്ങനെ പകർന്നു കൊടുക്കുന്നുണ്ട്. 2 കുട്ടികൾ അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബെഡാ ഇമാംബരയ്ക്ക് മുന്നിലെത്തി. ഇനി ബെഡാ ഇമാംബരയ്ക്ക് ഉള്ളിൽ കയറി അവിടെയുള്ള നിഗൂഢമായ വിശേഷങ്ങളാണ് അവിടെ നിങ്ങളെയും എന്നെയും കാത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. ബെഡാ ഇമാംബരയുടെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇച്ചിരി വിഷമം പിടിച്ച പണിയാണ്. കാരണം നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ബെഡാ ഇമാംബരയുടെ പ്രധാന കവാടത്തിന് മുൻവശത്ത് അതേ രീതിയിൽ തന്നെ വേറൊരു കവാടവുമുണ്ട്. ഇതാണ് ബെഡാ ഇമാംബര. അങ്ങോട്ട് കയറി. പക്ഷേ സ്ഥിരം പോലെ പരിപാടി എനിക്ക് പണിപാളി. ക്യാമറ ഇവിടെ അനുവദിക്കത്തില്ല. മൊബൈലിൽ ചിത്രീകരിക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാം. എൻ്റെ പാവപ്പെട്ട ഒരു ആൻഡ്രോയിഡ് മൊബൈലാണ് കയ്യിൽ. അതിലാണ് നേരെ ചൊവ്വയൊന്നും എടുക്കാനും പറ്റത്തില്ല. എന്നാലും വന്നു പോയില്ലേ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഇതിനുള്ളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ ബെഡാ ഇമാംബരയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ടെറസിലേക്കാണ് യാത്ര. 1024 വ്യത്യസ്ത വഴികളിലൂടെ വേണം ടെറസിലേക്ക് പോകുവാൻ. ഇതുപോലുള്ള ഇരുളടഞ്ഞ വഴികളാണ്. അതുകൊണ്ട് തന്നെ കപ്പിൾസുകളായി വരുന്നവരെ ഗൈഡില്ലാതെ ഇവർ അനുവദിക്കത്തില്ല. കാരണം ഇതിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കാഴ്ചകൾ ചിലപ്പം അപകടം നിറഞ്ഞതായിരിക്കാം എന്ന് അവർ തന്നെ മുന്നറിയിപ്പ് നമ്മൾക്ക് നൽകുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ എവിടെ നിന്ന് ആര് സംസാരിച്ചാലും രാജാവിന് അടുത്തടുത്ത മുറികളിൽ അത് കേൾക്കുവാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഒരു പില്ലറുകളോ ഒരു ബീമുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെയിറ്റ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്താണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം വിശദീകരിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ ബെഡാ ഇമാംബരയുടെ മുകളിലെത്തി. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കുവാനുള്ള അനുവാദമുണ്ട്. പക്ഷേ വീഡിയോ ചിത്രീകരിക്കാൻ സാധിക്കില്ല. എന്നാലും ചിലതൊക്കെ ഞാനിങ്ങനെ അവരറിയാതെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലക്നൗവിൻ്റെ ഒരു 360 ഡിഗ്രിയിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ലഭിക്കും. കുറച്ചു നേരം എല്ലാവരും അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് ഗൈഡങ്ങ് മാറി നിന്ന സമയത്ത് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിയെടുത്തു. ഇതിവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഇതിനടുത്ത് തന്നെ. ഷിയ സമുദായക്കാരുടെയാണ് ഇവിടുത്തെ മുസ്ലിം പള്ളി. മുസ്ലിംസിന് മാത്രം അതിനുള്ളിൽ കയറി നിസ്കരിക്കാം. ടൂറിസ്റ്റുകൾക്ക് അനുവദനീയമല്ല. അതാണ് ഛോട്ടാ ഇമാംബര. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഛോട്ടാ ഇമാംബര കാണാം. ഇവിടെ നിന്നും എനിക്ക് ഛോട്ടാ ഇമാംബരയിലേക്കും പോകണം ഈ കാഴ്ചകൾക്ക് ശേഷം. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ മുന്നോട്ട് പോകുന്തോറും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയായി. ഇനി ഇദ്ദേഹം കാട്ടിത്തരുന്നത് എവിടെ നിന്ന് ആരെന്തു പറഞ്ഞാലും അത് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രാക്ടിക്കലായിട്ട് ഞങ്ങളെ കാണിച്ചു തരുവാൻ വേണ്ടി എന്നെയും ഒരപ്പാപ്പനെയും കൂടെ കൊണ്ടുപോവുകയാണ്. ഗൈഡ് അവിടെ നിന്നു. ഞങ്ങളോട് പറഞ്ഞു, അങ്ങ് ദൂരെ പോയി നിൽക്കണം, ഞാൻ പറയാം, അത് നിങ്ങൾ കേൾക്കാം. പക്ഷെ ചുമരിനോട് കാത് ചേർത്ത് വെക്കണം. കാരണം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് ഒരുപാട് ബഹളങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ആ പാപ്പനും കൂടെ മുന്നോട്ട് പോയി. ഒരിടത്ത് ചെവി വെച്ച് ഞാനും അദ്ദേഹം ചെവി വെച്ചിങ്ങനെ നിൽപ്പുണ്ട്. എന്നോടും ഇടയ്ക്കത്തൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നത്. ഞാനും ചെവി ചേർത്ത് വെക്കുകയാണ്. എനിക്കും എന്തെങ്കിലും കേൾക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും ചെവി ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഹലോ 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 എന്നൊക്കെയാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാൻ. പണ്ട് നവാബുമാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഇതെല്ലാം. പണ്ട് മുഗളന്മാരും നവാബുമാരും നിർമ്മിച്ചിരിക്കുന്ന അവശേഷിപ്പുകൾ എല്ലാമാണ് ഇന്നും അവിടെയുള്ള ടൂറിസ്റ്റുകൾക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ അത്ര കാൽക്കുലേറ്റഡായ നിർമ്മിതികളാണ്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ എല്ലാം ഈ ചെറിയ സുഷരത്തിലൂടെ ഇവിടെയുള്ള ഭടന്മാർക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഇവരെ കാണുവാൻ സാധിക്കില്ല. അങ്ങനെ കുറേ പ്രത്യേകതകളും നിഗൂഢതകളും മന്ത്രക്കെട്ടുകളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കെട്ടിടമാണ് ബെഡാ ഇമാംബര. ബെഡാ ഇമാംബര എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രാർത്ഥനാലയം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിവർ പറഞ്ഞു. ഈ കാഴ്ചകൾക്കെല്ലാം ശേഷം ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്.
ഇനി പ്രകൃതിദത്തമായ ചില CCTVകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുവാൻ വേണ്ടിയാണ് ഈ പോക്ക്. ഏകദേശം 2000 ആളുകൾക്ക് അല്ല കേട്ടോ, 20,000 ആളുകൾക്ക് ജോലി ലഭിച്ചിരുന്നു ഇവിടെ. ലക്നൌവിലെ ആളുകൾ പൊതുവെ ശാന്തരും എന്നാൽ അഭിമാനികളുമായിരുന്നു. അതുകൊണ്ട് നവാബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്യാഷ് അവർ സ്വീകരിച്ചില്ല. അങ്ങനെ അവർക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നിതൊന്ന് പറയുന്നു. നവാബ് തന്നെ അവർ നിർമ്മിക്കുന്ന രാത്രിയിൽ പൊളിച്ചിടും, പിറ്റേ ദിവസം അവർക്ക് പണിയുവാൻ വേണ്ടി. അങ്ങനെ കുറേ കാലം ഇവിടെയുള്ള നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ജോലി കിട്ടിയിരുന്നു എന്ന് പറയുന്നു. അപ്പം നല്ലവനായൊരു നവാബിൻ്റെ നിർമ്മിതിയിലൂടെയാണ് ഞാൻ ഈ നടക്കുന്നത്. ഇനി ആ CCTV കാണുവാൻ വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. ആ CCTVയുടെ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. അതിനിടയിൽ പറഞ്ഞു, ഇതുപോലുള്ള ചെറിയ ചെറിയ ചുടുകട്ടകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ വെള്ളം കിടക്കുന്നത് കാണാം. ആ വെള്ളം ഇങ്ങനെ ഫോണിലായിട്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ. വെള്ളത്തിൽ അപ്പുറത്തൂടെ നടന്നു പോകുന്ന ആ ഗേറ്റിലൂടെ വരുന്ന എല്ലാ ആളുകളെയും കാണാൻ പറ്റും. അവരുടെ ഡ്രസ്സുകൾ വെച്ചിട്ട് അത് ശത്രുവാണോ മിത്രമാണോ എന്ന് രാജാവിനും പടയാളികൾക്കും തിരിച്ചറിയാം. അവർ നേരെ മുകളിൽ കയറി വരുമ്പോൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യും. അതിഥികളാണെങ്കിൽ അവരെ സ്വീകരിക്കും. അതാണ് പ്രകൃതിദത്തമായ ഒരു CCTV അന്നുണ്ടായിരുന്നത്. എപ്പോഴും അവിടെ വെള്ളം ഇങ്ങനെ തളം കെട്ടിക്കിടക്കും. ഇനി രാത്രി കാലങ്ങളിൽ ഇത് വർക്കാവില്ലല്ലോ. അപ്പോൾ കയറി വരുന്ന ആളുകളെ ഈ മുകളിലുള്ള സെൻറ്ററിലുള്ള സ്ഥലത്ത് 2 ഭടന്മാർ നിൽക്കും. അവർക്ക് കാണാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയിട്ട് അത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയും. അതിനെക്കുറിച്ചും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇത് ഇവർ പറയുന്ന കാര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇവരറിയാതെ ചിത്രീകരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഒന്നും കൂടെ അദ്ദേഹം വിശദീകരിച്ച് തരികയാണ്. ഭടന്മാർ അവിടെ നിൽക്കും, ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യും. ഇവിടെ വരുന്ന ആൾക്കാരെ ഇവർക്ക് കാണാൻ സാധിക്കും രാത്രി സമയങ്ങളിൽ. സൂര്യനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിദത്തമായ ആ CCTV വർക്ക് ചെയ്യില്ല. അപ്പം എത്രയോ കാൽക്കുലേറ്റഡ് ആയ നിർമ്മിതിയാണ് ഇതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇനി അടുത്തൊരു വിശേഷത്തിലേക്ക് നമുക്ക് പോവാം. ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഒരു രീതിയിലും സമ്മതിക്കില്ല അത് ഷൂട്ട് ചെയ്യാൻ. ചെറിയ രീതിയിൽ ഞാൻ പകർത്തിയ ചെറിയ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പഴയ കാലഘട്ടത്തിലെ നവാബുമാരുടെ കാലഘട്ടത്തിലെ ശവകുടീരങ്ങളും അവരുടെ അന്നത്തെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഫോട്ടോഗ്രാഫിയായി ചിത്രീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഫോട്ടോ പോലും എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. എന്തായാലും എന്നെക്കൊണ്ട് ആവുന്ന വിധം പറ്റുന്ന കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ ഞാൻ നിർത്തുന്നു. ശുഭരാത്രി.